പിന്നെ അതിന് ശേഷം ഒരു അര ടീസ്പൂണോളം നല്ല ജീരകം, പെരുംജീരകമല്ല കേട്ടോ, നല്ല ജീരകം ഇട്ടിട്ട് അതിലിട്ട് പൊട്ടിക്കാം. പെരുംജീരകം വേണ്ട, നല്ല ജീരകമാണ് ചോപ്സിന് സാധാരണയായിട്ട് ഉപയോഗിക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് സാധനങ്ങളൊന്ന് ഈ എണ്ണയിലിട്ട് വഴറ്റണം. അതായത് 2 സവാള കൊത്തിയരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, പിന്നെ കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ, മുളക് പൊടി ഉപയോഗിക്കില്ല. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് 5 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഒരു ചെറിയ തക്കാളി നുറുക്കിയത്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഇനി ഈ മസാല പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് പൊടികളാണ്. അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത് 3ഉം കൂടി എടുത്തു വച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് മുളക് പൊടി നമ്മൾ ഉപയോഗിക്കില്ല, മുളക് പൊടി ഉപയോഗിക്കുമ്പോൾ ഇതിന് കളർ ചേഞ്ച് വരുമല്ലോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി മാത്രം മതി. എന്നിട്ട് സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. മൂപ്പിച്ചതിന് ശേഷം ഈ മിക്സ് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ട് അരയ്ക്കണം. അരച്ചിട്ട് ഈ അരപ്പിലാണ് നമ്മൾ മട്ടൺ വേവിക്കുന്നത്. അപ്പോൾ ഇത് അരച്ചിട്ട് കൊണ്ടുവരാം. അതിന് മുമ്പ് വേറൊരു കൂട്ടും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പിടി കശുവണ്ടി കുതിർത്ത് വെച്ചതിലേക്ക് ഒരു അരമുറി തേങ്ങ, പിന്നെ 4-5 ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് അരച്ചു കൊടുക്കുക. അപ്പോൾ ആ മിക്സും നേരത്തെ നമ്മൾ റെഡിയായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇറച്ചി വേവിക്കണം. അതിനുശേഷം നമ്മൾ ഈ മിക്സും ഉണ്ടാക്കി വെച്ചാൽ വേഗം കറി ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ ഇത് അരച്ച് കൊണ്ടുവരാം. അരച്ചതിന് ശേഷം കുക്കറിലേക്ക് ഇടാം. കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് മട്ടനും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും, വെള്ളം ഒരുപാട് ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ കറിയുടെ പരുവം തന്നെ മാറിപ്പോവും. അപ്പോൾ ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചറേ മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും, ഇപ്പം നമ്മൾ ഇനി മിക്സി കഴുകിയ വെള്ളം കൂടി കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം 1 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 2 വിസിലും ലോ ഫ്ലെയിമിലും വെച്ചാൽ മട്ടൺ വെന്ത് കിട്ടും. പിന്നെ ഓരോ മട്ടൻ്റെ വേവ് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ നന്നായിട്ടൊരു ബ്രൗൺ കളറിൽ വരും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരപ്പുകളൊക്കെ ചേർക്കാനുണ്ടല്ലേ, നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയില കൊത്തിയരിഞ്ഞത് ചേർക്കാം. പിന്നെ ഒരു അര മുതൽ 3/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ്, അതായത് തേങ്ങ, കശുവണ്ടി, ചെറിയ ഉള്ളിയും കൂടി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായില്ലേ, അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പക്ഷേ അത് ഒഴിച്ചതിന് ശേഷം അരപ്പ് ഒരുപാട് വെട്ടി തിളക്കരുത് കേട്ടോ. വെട്ടി തിളച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി പിരിഞ്ഞ പോലെ ഇരിക്കും. പിന്നെ ടേസ്റ്റും പക്ക മാറിപ്പോവും. അപ്പോൾ നമ്മൾ ഈ അരപ്പൊന്നും തിളയ്ക്കാതെ ജസ്റ്റ് ഒന്ന് ചൂട് ആയി വരുമ്പോൾ തന്നെ, അതായത് ആവി ഈ കറിയുടെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ടേസ്റ്റ് നോക്കാം. അതായത് ഉപ്പും എരിവൊക്കെ നോക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്കൊന്ന് താളിച്ച് ഒഴിക്കണം. അപ്പോൾ ഇത് താളിച്ചും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി കറിവേപ്പില ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിക്കുക. പിന്നെ ഈ കറി നമ്മൾ സാധാരണ കടകളിലേക്ക് ഇടുന്ന കറിയുടെ ഏകദേശം ഒരു ടേസ്റ്റ് ഉണ്ട്. ഫുൾ അതേപോലെയൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഇത് പക്ക മട്ടൺ ചോപ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പൊറോട്ട, ഇടിയപ്പം, വെള്ളയപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതേപോലത്തെ ഒരുപാട് സിമ്പിൾ റെസിപ്പീസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക.